എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, വിദ്യാസാഗറിൻ്റെ ഹിന്ദി ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇനി ഒരു നവീൻ കക്ഷ ആ 9ാം ക്ലാസ്സിലേക്ക് വേണ്ടുന്ന ഒരു 3rd ചാപ്റ്റർ പക്ഷി ഓർ ദീമക് എന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യാനുള്ളത്. ഒരു കഹാനി, നിങ്ങൾക്കറിയാം ആദ്യത്തെ 2 ചാപ്റ്റർ പഠിച്ചു. നമ്മൾ എന്ത് പഠിച്ചു? പുൽ ബനി ദീമ. നമ്മൾ അമ്മയെക്കൊണ്ട് എല്ലാ മക്കൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാലഘട്ടമാണ്. എല്ലാവരുടെയും ഒരവസ്ഥയെ കഴിയുമ്പോഴത്തെ അമ്മമാരെ കൊണ്ട് ഉപേക്ഷിക്കേണ്ട ഒരു സ്റ്റേജ് വരുന്നു. ഇവിടെ 2 മക്കളുടെ ഇടയിൽ ഒരു പാലം പോലെയാണ് അമ്മ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ചാപ്റ്റർ TV പഠിച്ചു. ആ TV എന്ന് പറയുന്നതിനകത്തുള്ളത് മൊത്തം പട്കഥയാണ്. പട്കഥ മീൻസ് എന്താണ്? നമുക്കറിയാം, ഓരോരോ ദൃശ്യങ്ങൾ വെച്ചിട്ട് നമ്മളെ കൊണ്ട് എന്ത് എഴുതിക്കും? കഥ എഴുതിക്കും, തിരക്കഥ എഴുതിക്കും. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? തിരക്കഥ എഴുതുന്നതിന് കഥാപാത്രങ്ങൾ വേണം, പിന്നെന്ത് വേണം? സീനറികൾ വേണം, പിന്നെന്ത് വേണം? അതിൽ എപ്പോഴാണ് നടന്നതെന്ന് വേണം, ടൈമിംഗ് വേണം, പ്ലേസ് വേണം. ഇത്രയും സാധനമായി കഴിയുമ്പോൾ 2 പേരുടെയും കോൺവെർസേഷനും വേണം. ഇത് കഴിയുമ്പോഴത്തേ എന്തായിത്തീരും? ഒരു പട്കഥയായിത്തീരും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പക്ഷി ഓർ ദീമക്. പക്ഷി ഓർ ദീമക്. പക്ഷി മീൻസ് നമുക്കറിയാം പക്ഷി, ദീമക് മീൻസ് ചിതൽ. പക്ഷിയും ഒരു ചിതലും. എന്താ പക്ഷി? പക്ഷി എന്ന് പറയുന്നത് ഇവിടെ ഒരു നൗജവാൻ പക്ഷി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ നൗജവാൻ പക്ഷി? ഒരു യൂത്തായിട്ടുള്ള പക്ഷി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യൂത്ത് പക്ഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിറകുകളുണ്ട്, ഇല്ലേ? ഒരുപാട് ചിറകുകളൊക്കെ ഉണ്ട്. ആ ചിറകുള്ള ഒരുപാട് പക്ഷികളുണ്ട്. അപ്പോൾ ആ ചിറകുകളും നിറയെ ആ വിങ്സ് മൊത്തം അതിൻ്റെ ബോഡിയിൽ പൊതിഞ്ഞിരിക്കുന്ന പക്ഷിയാണ്. ആ പക്ഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഒരു തൂവൽ പോലും കൊഴിഞ്ഞിട്ടില്ല. അതാണ് നൗജവാൻ പക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ദീമക് മീൻസ് എന്താണ്? ചീണ്ടി വർഗത്തിൽപ്പെടുന്നതാണ് ദീമക്. ഈ ദീമക് എന്താണ്? ചിതൽ എന്നാണ് അർത്ഥം. ചിതൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രലോഭനത്തിനെയാണ് കാണിക്കുന്നത്. ഇവിടെ കവി പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ? പക്ഷിയും ചിതലും എന്ന് പറഞ്ഞ് ഗജാനൻ മാധവ് മുക്തിബോധ്, ഹിന്ദിയിലെ ഫേമസ് റൈറ്ററാണ്, ഒരു കഹാനി റൈറ്ററാണ് ഗജാനൻ മാധവ് മുക്തിബോധ്. ഈ ഗജാനൻ മാധവ് മുക്തിബോധ് ഈ ഹിന്ദിയിൽ ഫേമസ് റൈറ്റർ ആവുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മൾ അതിനകത്ത് അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെ പല പല കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഡൈവേർജ് ചെയ്യിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അതാണ് ഇവിടെ ആ കവി ചെയ്തിരിക്കുന്നത്, അതായത് ആ ലേഖകൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ കഹാനികാരൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ പക്ഷി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടി സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തുകയാണ്. അതായത് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ താൽക്കാലിക നേട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ എന്ത് ചെയ്യും? നമ്മൾ പരീക്ഷ എഴുതും, കോപ്പി എഴുതി ജയിക്കുന്നവരുണ്ട്, അല്ലേ? നിങ്ങളെ അല്ല പറഞ്ഞത്, കോപ്പി എഴുതി ജയിക്കുന്നവരുണ്ട്. നമ്മൾ താൽക്കാലിക നേട്ടം. പക്ഷേ ഇത് എഴുതി കഴിയുമ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞുള്ള അടുത്ത ലെവലിലേക്ക് നമുക്ക് എന്താ പഠിച്ചത്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. ഇതാണ് താൽക്കാലിക നേട്ടം. നമ്മൾ വേറൊരു ഉദാഹരണം പറയാം. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പൈസ കൊടുത്ത് ജോലിക്ക് കയറും, കഷ്ടപ്പാടില്ല ജോലിക്ക് കയറും. ഈ ജോലി പലരും വാഗ്ദാനം ചെയ്യും. നമ്മൾ ഒരുപാട് പൈസ വീടും കുടുംബമൊക്കെ പറക്കി വിറ്റിട്ട് നമ്മൾ കൊടുക്കും. പക്ഷെ നമുക്ക് ജോലി കിട്ടുമോ? ഇല്ല. അവർ ഈ പൈസയും കൊണ്ട് പോകും. അപ്പം നമ്മുടെ കഷ്ടത്തിരിക്കുന്നതും പോവുകയും ചെയ്തു, ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും ചെയ്തു. ഇല്ല. നഷ്ടം ആർക്കാ? നമുക്ക് മാത്രം. അതാണ് താൽക്കാലിക നേട്ടം എന്ന് പറയുന്നത്. അപ്പം ഈ പക്ഷി എന്ന് പറയുന്നത് സ്വന്തം അസ്തിത്വത്തെ, സ്വന്തം കിടപ്പാടത്തെ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തി. എന്നിട്ടോ ഈ നഷ്ടപ്പെട്ട അസ്തിത്വം വീണ്ടെടുക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തില്ല? നടന്നില്ല, പരാജയപ്പെട്ടു. എന്നാൽ ഇവിടെ പക്ഷിക്ക് യാതൊരു ചിന്തയില്ലായിരുന്നു. പക്ഷി ഒരു പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയി. നമ്മൾ പലരും പല ട്രാപ്പിലാവുന്നത് പോലെ തന്നെ ഇവിടെ പക്ഷി എന്ത് ചെയ്തു? പല പ്രലോഭനത്തിലും അകപ്പെട്ടു പോയി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കഥ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പക്ഷിയെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഗജാനൻ മാധവ് മുക്തിബോധ് എന്ന് പറയുന്ന കഹാനികാരൻ. നമുക്ക് ആവശ്യമുള്ള ഒരു കഥ തന്നെയാണിത്. ഓക്കെ, അപ്പം ഈ ഗജാനൻ മാധവ് മുക്തിബോധ് ചെയ്ത പണി എന്താണ്? നമ്മളെ ആ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളിലേക്ക് എന്ത് കൊണ്ടുവന്നു? ഇങ്ങനൊരു കഥയെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനൊരു ഫേമസ് ആയിട്ടുള്ളൊരു കഹാനികാരനാണ് ആര്? ഗജാനൻ മാധവ് മുക്തിബോധ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ലാസ്റ്റ് പേജിൽ കിടപ്പുണ്ട് പക്ഷി ഓർ ദീമക് കെ ബാരെ മേ. അപ്പോൾ പക്ഷി ഓർ ദീമക് കെ ബാരെ മേ കുച്ച് ബോൾനാ ഹെ. അദ്ദേഹം കുറിച്ച് ബോൾത്താദ കുറച്ച് പറയുന്നുണ്ട്. എന്താണ്?
മുക്തിബോധ് की कहानी പക്ഷി और दीमक दरअसल की एक लंबी कहानी है. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു വലിയ കഥയാണ്. जिसके भीतर പക്ഷി और दीमक की कहानी समाहित है. इसी आधार पर कहानी का शीर्षक भी रखा गया है. इस कहानी को कथानायक में एक अन्य पात्र श्यामला को सुनाता है. यह संपूर्ण कहानी के भीतर एक छोटी कहानी है പക്ഷി और दीमक. ഒരു സമ്പൂർണ്ണ കഹാനിയിൽ നിന്ന് എടുത്ത ഒരു ചെറിയ കഥ മാത്രമാണ് എന്തെന്ന് പറയുന്നത്, പക്ഷി ഓർ ദീമക് എന്ന് പറയുന്നത്. അത്രയും ഓക്കെ ആണല്ലോ. തൊട്ട് താഴെ ഗജാനന മാധവ് മുക്തിബോധമുണ്ട്. ഹിന്ദി സാഹിത്യത്തിൽ സ്വാതന്ത്ര്യത്തിൽ കാവ്യധാരയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. പിന്നെ ഒരു കഹാനികാരനായിരുന്നു, സമീക്ഷകനായിരുന്നു. അദ്ദേഹത്തിന് പ്രമുഖ രചനകൾ ചാന്ദ് ഔർ മുകുൾ ടേണ്ട, ഭൂരി ഭൂരി ഖാക്ദൂൽ കവിതാ സംഗ്രഹമാണ്. കാട്ട് കാ സപ്പന, വിഭാത്ര സദക്കെ ഉടുത്ത ആത്മി, നയി കവിത, ആത്മസംഘർഷ് ഇതൊക്കെ ആയിരുന്നു. ഇതൊന്നും നമുക്ക് വേണ്ട. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കവിതയാണെങ്കിൽ മാത്രം മതി ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ടീച്ചർ പറഞ്ഞ എന്തൊക്കെയാണ്, ഒരു പക്ഷിയാണ്, നൗജവാൻ പക്ഷിയാണ്. എന്താ നൗജവാൻ പക്ഷി? യൂത്ത് ആയിട്ടുള്ളൊരു പക്ഷിയാണ്. ആ പക്ഷി ഒരു പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയി. നമുക്കറിയാം വയസ്സായവരൊന്നും പ്രലോഭനത്തിലൊന്നും അകപ്പെടത്തില്ല. ഓണം കുറേ ഉണ്ടവരാണെന്ന് പറയും. നമ്മൾ കേട്ടിട്ടില്ലേ, ഓണം കുറേ ഉണ്ടവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമുക്ക് അതൊക്കെ അനുഭവങ്ങളുണ്ട്. പക്ഷേ നമ്മൾ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത്, പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയാണ്. ഈ കഥയാണ് നിങ്ങളുടെ അടുത്തേക്ക് ആര് കൊണ്ടുവരുന്നത്, ഗജാനന മാധവ് മുക്തിബോധ് കൊണ്ടുവരുന്നത്. യെസ്, പക്ഷി ഓർ ദീമക്. അപ്പം നമ്മൾ പറഞ്ഞു പക്ഷി എന്ന് പറയുന്നത് സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. നോക്കാം. ഏകദാ പക്ഷി വഹ നീലെ ആസമാൻ में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. ഏകദാ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. അത് നീലെ ആസമാൻ മെയിൻ, ആസമാൻ മീൻസ് ആകാശം, സ്കൈ. ആകാശത്തിൽ ഖൂബ് ഊഞ്ചായി പർ, വളരെ ഉയരത്തിൽ. ഖൂബ് മീൻസ് ശ്രേഷ്ഠമായി എന്നാണ്, അല്ലെ വളരെ എന്നാണ് അർത്ഥം. വളരെ ഉയരത്തിൽ. ഉഡ്താ ജാ രഹാദ, പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പറന്നു പോവുകയായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഓർ മിത്രഫീദെ, അതിൻ്റെ കൂടെ എന്തുണ്ടായിരുന്നു, അതിൻ്റെ പിതാവും മിത്രഫീദെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമുക്കറിയാം പക്ഷികൾ ഗ്രൂപ്പായിട്ടാണ് പറക്കുന്നത്. പക്ഷികൾ ഒറ്റയ്ക്ക് പറക്കില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പക്ഷികളൊരു കൂട്ടമായിട്ടാണ് പറക്കുന്നത്. സോ ബഹുത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി ദേ ഉൻകി നിഗാഹോं भी बड़ी तेज थी. उन्हें दूर दूर की फुनक और दूर दूर की महक भी मिल जाती है. അപ്പോൾ ഇതാണ് സബ് ബഹുത്ത് ഊഞ്ചായി സെ, എല്ലാവരും വളരെ ഉയരത്തിൽ. ഉട്നെ വാലെ പക്ഷിതെ, പറക്കുന്ന പക്ഷികളായിരുന്നു. എല്ലാവരും വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. അതായത് എന്താണ്, എല്ലാവരും ഭയങ്കര ഉയരത്തിലാണ് പറക്കുന്നത്. ഉൻകെ നിഗാഹോം ഫി ബഡി തേസ്ദി, അതിൻ്റെ നോട്ടം, അതിൻ്റെ കാഴ്ചശക്തി നല്ലതായിരുന്നു. അതായത് അതിൻ്റെ നോട്ടം എല്ലായിടവും ഉണ്ടായിരുന്നു. ഉനെ ദൂർ ദൂർ കി ഫനക്, ഫുനക്നോ ഫനക്, ദൂർ ദൂർ ദൂർക്കി ഫനക്, അദ്ദേഹം ദൂരെയുള്ള, അവരൊക്കെ ദൂരെയുള്ള. ഫനക് ചെറിയ സൗണ്ട്. ഫനക്കിൻ്റെ അർത്ഥം എന്താണ്, ലോ സൗണ്ട് എന്നാണ് അർത്ഥം. ഫനക്കിൻ്റെ അർത്ഥം ലോ സൗണ്ട് എന്നാണ്. ഒരു ദൂർ ദൂർക്കി മഹക്ക് ഫി, മഹക്ക് മീൻസ് സുഗന്ധം എന്നാണ് വേർഡിൻ്റെ മീനിങ്. ഫനക്ക് മീൻസ് ലോ സൗണ്ട്, മഹക്കിൻ്റെ മൊത്തം സുഗന്ധം. സുഗന്ധം പോലും അതിനെന്ത് ചെയ്യുമായിരുന്നു, കിട്ടുമായിരുന്നു. അല്ലെ, അവയ്ക്ക് ചെറിയ ചെറിയ, അതിൻ്റെ നോട്ടം പലയിടവുമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ അതിന് ചെറിയ ചെറിയ സൗണ്ടുകൾ കേട്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ചെറിയ ചെറിയ സുഗന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. एक दिन वो नौजवान पक्षी ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता था. उसमें बड़े बड़े बोरे भरे हुए हैं. गाड़ी वाला चिल्ला चिल्ला कर कहता है, दो दीमगे लो एक पंग दो. एक दिन ഒരിക്കൽ എന്ത് ചെയ്തു, ഒരു നൗജവാൻ പക്ഷി, ഒരു നൗജവാൻ വേർഡ് മീനിങ് യങ്ങായിട്ടുള്ളൊരു പക്ഷി. ജമീൻ മീൻസ് ഭൂമി. സെമീൻ പർ ചൽത്തി ഹുയി ഏക്ക് ബയൽഗാഡി കോ ദേക്ക, പോകുന്നതായിട്ടുള്ള ഒരു ബയൽഗാഡി. ബയൽ മീൻസ് കാളവണ്ടി കണ്ടു. കാളവണ്ടിക്ക് എന്താ പ്രത്യേകത, കൂടുതൽ വെയിറ്റാണത് കൊണ്ടുപോകുന്നത്, വഹിച്ചുകൊണ്ട് പോകുന്നത്. ക്യാരി ചെയ്യുന്ന ഏതാണ്, വെയിറ്റാണ്. അപ്പോൾ ഒരിക്കലും ഒരു നൗജവാനായ പക്ഷി എന്ത് ചെയ്തു,
चलती हुई एक बैलगाड़ी को देख लेता है. പോകുന്ന ഒരു बैलगाड़िയെ കണ്ടു. उसमें बड़े बड़े बोरे भरे हुए थे. അതിനകത്ത് ബഡേ ബഡേ വലിയ വലിയ ബോരെ ഭരേ ഹുയേതേ. ബോരെ മീൻസ് ചാക്കുകെട്ടുകൾ നിറച്ചിരിക്കുകയായിരുന്നു. ഗാഡിവാല ചില്ലാ ചില്ലാക്കർ കഹ്താ ഹെ. ഗാഡിവാല ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ദോ ദീമകേ ലോ ഏക്ക് പങ്ക് ദോ. എന്താ ദോ ദീമകേ ലോ ഏക്ക് പങ്ക് ദോ. എന്തിനെ തരാം? ദോ ദീമകയും രണ്ട് ദീമകയും ചിതലിനെ തരാം. ഏക്ക് പങ്ക് ദോ എനിക്കൊരു പകരമായിട്ട് എന്ത് തരണം? ഏക്ക് പങ്ക് ദോ ഒരു തൂവൽ തരൂ എന്ന് ആര് വിളിച്ചു പറഞ്ഞു? നമ്മുടെ കാളവണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ കാളവണ്ടിക്കകത്ത് മുഴുവനും കണ്ടോ ചിതലുകളാണ്. ചിതലിൻ്റെ ഒരു ചാക്കുകെട്ടാണ് ആ കാളവണ്ടിക്കകത്ത് കൊണ്ടുപോയത്. അപ്പം ചിതലിനെ തരാം. എത്ര ചിതലിനെ? രണ്ട് ചിതലിനെ തരാം. പകരം എനിക്ക് ഒരു തൂവൽ തരണമെന്ന് കാളവണ്ടിക്കാരൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? നമ്മുടെ പക്ഷിയോട് പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങളോട് ചോദിക്കും, ദോ ദീമകെ ലോ ഏക്ക് പങ്ക് ദോ കോൻ കിസ്സേ കഹ. ആരാരോട് പറഞ്ഞു? ദോ ദീമകെ ലോ ഏക്ക് പങ്ക് ദോ ആരാരോട് പറഞ്ഞു? കാളവണ്ടിക്കാരൻ ആ ബയൽഗാഡീനെ ആരോട് പറഞ്ഞു? ആ നൗജവാൻ പക്ഷി സേ കഹ. നൗജവാൻ പക്ഷിയോട് പറഞ്ഞു. ഓക്കെ, ഒരു ചിറക് കൊടുത്താൽ രണ്ട് ദീമകനെ ആര് കൊടുക്കും? നമ്മുടെ ഗാഡിവാല കൊടുക്കും. ഉസ് നൗജവാൻ പക്ഷി കോ ദീമകോं को शौक था. वैसे तो ऊंचे उठने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी फूंक दौड़ी बहुत शांत कर लेते. नौजवान पक्षी को दीमकों का शौक था. शौक മീൻസ് താല്പര്യം, ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നൗജവാൻ പക്ഷിക്ക് ഈ ചിതലിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വൈസേത്തോ ഊഞ്ചേ ഉടനെ വാലേ പഞ്ചിയോങ്കോ. എന്താ? വൈസേത്തോ ഒരുപക്ഷെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക്, അതായത് ആ പക്ഷിക്ക് ചിതലിനെ കൊതിയായിരുന്നു. ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് എന്താ? ആ ഹവാമേയും കാറ്റിലുള്ള ബഹുത്തുസേ കീടെ ഒരുപാട് ചെറിയ ചെറിയ പ്രാണികളെ തൈർത്തെ മിൽജാത്തേ ഹേ. എന്താ? അതിന് ധാരാളം ചെറിയ ചെറിയ കീടങ്ങളെ, പറന്നു വരുന്ന കീടങ്ങളെ കിട്ടുമായിരുന്നു. ജിനേം കാക്കർ അപ്പനി ഫൂക്ക് ദോടി ബോത്ത് ശാന്ത് കർ ലേത്തെ ഹേ. അത് തിന്ന് അതിൻ്റെ വിശപ്പ് ശമിപ്പിക്കാറാണ് സാധാരണ പക്ഷികൾ ചെയ്യാറുള്ളത്. പക്ഷികൾ പറക്കുന്ന സമയത്ത് എന്തു ചെയ്യും? തുമ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തു ചെയ്യും? ആകാശത്ത് പറക്കും. ആ പറക്കുന്നവനെ പിടിച്ച് റാഞ്ചിക്കൊണ്ട് പോയി അങ്ങ് തിന്നുക എന്നുള്ളതായിരുന്നു ആരുടെ പണി? നമ്മുടെ പക്ഷികളുടെ പണി. പക്ഷേ ഈ നൗജവാൻ പക്ഷിക്ക് ഏതിനോട് താല്പര്യമായിരുന്നു? ഈ ചിതലിനോട് വലിയ താല്പര്യമായിരുന്നു. അതായത് ചിതൽ നമുക്കറിയാം റെയറായി മാത്രമേ കാണാറുള്ളൂ. എന്താണ്? വിറക് ചിതൽ പിടിച്ച് കിടക്കുക നമ്മൾ പറയും. വിറക് നനഞ്ഞു കിടക്കുന്നതിന് ചിതൽ പിടിച്ച് കിടക്കുക എന്ന് പറയും. പിന്നെ എന്തെങ്കിലും തുണികൾ എവിടെയെങ്കിലും നനവ് തട്ടിക്കിടക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും? ചിതൽ കാണാം. അങ്ങനെ അല്ല ഉണങ്ങിയ മരങ്ങളിലോ ഒക്കെ ആയിരിക്കും, അതിൻ്റെ ശാഖകളിലോ അല്ലെങ്കിൽ തായ്തടിയിലോ ഒക്കെ ആയിരിക്കും ചിതൽ കാണുന്നത്. ഈ നൗജവാൻ പക്ഷിക്ക് എന്നോ ഒരു ചിതലിനെ തിന്നാൻ കിട്ടിക്കാണും. അതുകൊണ്ടാണ് അതിന് ഭയങ്കര ഇൻട്രസ്റ്റും തോന്നി. പക്ഷേ പക്ഷികൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആകാശത്ത് പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവിടെ പറക്കുന്ന ചെറു പ്രാണികളെ തിന്നാണ് അതിൻ്റെ വിശപ്പുകൾ അടക്കുന്നത്. ലേക്കിൻ ദീമകെ സിർഫ് സെമീൻ पर मिलती थी. कभी कभी पेड़ों पर ज़मीन से तने पर चढ़कर ऊंची डाल तक वे अपना मडियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते हैं और वे सब एक जगह न मिलते. അപ്പോൾ ലേക്കിൻ ദീമകെ സിർഫ് സെമീൻ पर मिलती है. എന്നാൽ ദീമകയും ഈ ചിറകുകളെ ഈ ചിതലുകളെ ചിതലും ദീമക മീൻസ് ചിതലുകളെ സിർഫ് സെമീൻ पर मिलती थी. ഒരുപക്ഷെ ഭൂമിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം ചിതൽ ഭൂമിയിലേ ഉള്ളൂ. കഫി കഫി പേടോംബർ അതെവിടാണ്? ചിലപ്പോഴെന്ത് ഇടയ്ക്കിടയ്ക്ക് മരങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. സെമീൻസെ തനേപ്പർ ചടുക്കർ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ നിന്ന് ഇങ്ങനെ തായ്തടിയിലേക്ക്. തനേ മീൻസ് തായ്തടി, മരത്തടി എന്നാണ് അർത്ഥം. തനേ മീൻസ് ശരീരം എന്നാണ് അർത്ഥം. ഇവിടെ വൃക്ഷത്തിൻ്റെ തനേ എന്നാണ് പറയുന്നത്. അതിൻ്റെ തായ്തടിയിലേക്ക് കയറിപ്പോകുന്ന കാണാം. ഊഞ്ചി ഡാൽ തക്ക് എവിടെ വരെ? ഉയർന്ന ബ്രാഞ്ചുകളിൽ വരെ കയറിപ്പോകുന്ന കാണാം. വേ അപ്പനെ മടിയാല ലംബാ ഖർ ബനാ ലേത്തി ഹെ. അതിൻ്റെ എന്താ? ആ ചെളിയിൽ തീർത്ത അതിൻ്റെ ആ
മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ലെമ്പാക്കർ, മടിയാല മീൻസ് മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നല്ല ചെളിയിൽ തീർത്ത എന്നാണ് അർത്ഥം. മടിയാല മീനിങ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ, ലംബാക്കർ നീളമുള്ള വീടുകൾ അതുണ്ടാക്കാറുണ്ട്. എവിടെ? നമ്മുടെ മരത്തിൻ്റെയൊക്കെ തായ്തടിയിൽ ഉണ്ടാക്കാറുണ്ട്. ലേക്കിൻ ഏസേ കുച്ച് ഹി പേട് ഹോത്തേ ഹെ, എന്നാൽ ഇപ്രകാരമുള്ള കുറച്ച് മരങ്ങളെ ഉണ്ടാവൂ. അവർ വേ സബ് ഏക്ക് ജഗഹിനെ മിൽത്തേ ഹെ, ഇങ്ങനെയുള്ള മരങ്ങൾ ചില ഭാഗത്ത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് ചില മരങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ചിതലുകൾ ഇങ്ങനെ കൂട് വയ്ക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ ചിതലുകളെയൊക്കെ റെയറായിട്ടേ കാണാറുള്ളൂ. ഈ ചിതലുകൾ ഇങ്ങനെ മരങ്ങളുടെ തായ്തടിയിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കുറച്ച് അതിൻ്റെ ചെളി കൊണ്ടുണ്ടാക്കിയ വീടുകൾ ഉണ്ടാക്കാറുള്ളത്. അതൊക്കെ ചിലപ്പോൾ റെയറായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. नौजवान पक्षी को लगा एक बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरों में भरकर बेच रहा था. नौजवाൻ പക്ഷി को लगा था, लगा मीन्स തോന്നുക. ഈ നൗജവാൻ പക്ഷിക്ക് തോന്നി, एक बहुत बड़ी सुविधा है कि, ഇത് വളരെ ഒരു സൗകര്യമാണ്. एक आदमी दीमकों को बोरों में भरकर बेच रहा था. एक आदमी, ഒരു യുവാവ്, എന്ത് ചെയ്യുന്നല്ലേ, ഒരു മനുഷ്യൻ, ദീമകോങ്കോ ബോരോമയും, ഈ ചിതലുകളെ ബോരോമയും ചാക്കുകളിൽ നിറച്ചിട്ട് ബേച്ച് രകാഹെ, ഇങ്ങനെ വിൽക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അതായത് എന്താ, ഈ നൗജവാൻ പക്ഷി ചിന്തിക്കുകയാണ്, ഇങ്ങനെ ചിതലുകളെ കൊണ്ടുകിടന്ന് അയാൾ വിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ നിസ്സാര വസ്തുവായ ചിതലുകളെ പറക്കി വിൽക്കുന്ന ഒരാളുണ്ട്. അപ്പം എന്താണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചിതലുകൾ വളരെ ഇൻട്രസ്റ്റീവായൊരു സാധനമാണ്. എങ്ങും പോയി കഷ്ടപ്പാടുകളൊന്നും സഹിക്കേണ്ട, ഒരു ചിതലുകളെയും കുത്തിയിളക്കണ്ട, പോയി വെറുതെ ഇരുന്നാൽ മതി. ഇങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനം ഉണ്ട് എന്നെന്ത് ചെയ്ത് നൗജവാൻ പക്ഷി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നൗജവാൻ പക്ഷിയുടെ ഒരു ചിന്ത വരെയാണ് നമ്മൾ പഠിച്ചത്. വളരെ സൗകര്യമുള്ള ഇടപാടൊക്കെ ആണെന്ന് മനസ്സിലാക്കി. वो अपनी ऊंचाइयाँ छोड़कर मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है. അപ്പോൾ വഹ അപ്പനി ഊഞ്ചായിയോ ചോടുക്കർ, അത് വളരെ ഉയരമൊക്കെ ഉപേക്ഷിച്ചിട്ട്, അതായത് ഉയരത്തിലേക്ക് പറന്നു പോകലൊക്കെ ഉപേക്ഷിച്ചിട്ട്, മണ്ടരാത്ത ഹുവ, ഈ ചുറ്റിക്കറങ്ങി നടന്നിട്ട് പയ്യെ പയ്യെ നീച്ചെ ഉതർത്താ ഹേ, അദ്ദേഹം അദ്ദേഹമല്ല, ഈ നൗജവാൻ പക്ഷി എന്തോ ഇത് ഈ ഉയരങ്ങളിലൊക്കെ എന്തോ ഇത് അതൊക്കെ ഉപേക്ഷിച്ച് പറന്ന് ചുറ്റിക്കറങ്ങി അത് താഴേക്ക് വന്നു. ഒരു പേടിക്ക് ഏക്ക് ഡാൽ പർ ബൈറ്റ് ജാത്താ ഹെ, ഒരു വൃക്ഷത്തിൻ്റെ ഒരു ഡാൽ മീൻസ് ബ്രാഞ്ച്, മണ്ടരാത്ത മീൻസ് ചുറ്റിക്കറങ്ങുക, സറൗണ്ടിങ് എന്നാണ് അർത്ഥം, റൗണ്ടടിക്കുക. അപ്പം അതിൻ്റെ ഊഞ്ചായ്യാം ഉയരങ്ങൾ ഉപേക്ഷിച്ചിട്ട് ചുറ്റിക്കറങ്ങി നീച്ചെ ഉതർത്താ ഹെ, താഴെ വന്നു. ഒരു പേടിക്ക് ഏക്ക് ഡാൽ പർ ബൈറ്റ് ജാത്താ ഹെ, എന്നിട്ട് താഴെ ഒരു ട്രീയുടെ ബ്രാഞ്ചസിൽ ഇരുന്നു. ദോനോക സൗദ തൈ ഹോ ജാത്താ ഹെ, രണ്ടുപേരും അങ്ങനെ അങ്ങോട്ട് സൗദ, ഇത് നമ്മൾ ഇനിയും പഠിക്കും, 10ാം ക്ലാസ്സിൽ ഇനിയും ഉണ്ട്. സൗദ വേർഡ് മീനിങ് ട്രേഡ്, വ്യാപാരം. സൗദയുടെ അർത്ഥം എന്താ? ട്രേഡ്, വ്യാപാരം എന്നാണ്. രണ്ടുപേരും വ്യാപാരം ഉറപ്പിച്ചു. अपनी चोंच से एक पर को खींच कर तोड़ने में उसे तकलीफ़ होती है. എന്നിട്ട് എന്താ, ഏക്ക് പർ ഹി ഖീഞ്ചിക്കർ, ഏക്ക് പർ മീൻസ് ഇവിടെ വിങ്സ് എന്നാണ് അർത്ഥം. ഇവിടെ രണ്ടർത്ഥമുണ്ട് പറിന്. ഒരർത്ഥം പറ എന്ന് വെച്ചാൽ മുകളിൽ എന്നാണ് അർത്ഥം. ഈ പർ എന്ന് വെച്ചാൽ മുകളിൽ എന്നർത്ഥമുണ്ട്. ഒരു ഇന്നർ മീനിങ് അടുത്തതുണ്ട്. ഈ പറിൻ്റെ അർത്ഥം ഇനി വേറൊന്നുകൂടെ ഉണ്ട്, വിങ്സ് എന്നും അർത്ഥമുണ്ട്. പറിന് രണ്ടർത്ഥമുണ്ട്, വിങ്സ് എന്നുമുണ്ട്, മുകളിൽ എന്നും അർത്ഥമുണ്ട്. ഇവിടെയോ ഏക്ക് പർക്കോ ഖീഞ്ചിക്കർ തോടിനേമേ ഉസ്കെ തക്ലീഫ് ഹോത്തി ഹെ, ഒരു പർ, ഒരു തൂവൽ വലിച്ചു പൊട്ടിക്കുന്നതിൽ, തോടിന പൊട്ടിക്കുന്നതിൽ തക്ലീഫ് ഹോത്തി ഹെ, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും തമ്മിലൊരു വ്യാപാരം ഉറപ്പിച്ചു. എന്ത് വ്യാപാരമായിരിക്കും? നമ്മുടെ ഈ വണ്ടിക്കാരൻ പറഞ്ഞു, 2 ദീമകിനെ തരാം, ഒരു തൂവൽ കൊടുക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പക്ഷിക്കത് സൗകര്യമാണെന്ന് തോന്നി. പക്ഷി എന്തോ ഇത് വ്യാപാരം ഉറപ്പിച്ചു. എന്നിട്ട് ഈ പക്ഷിക്ക് തൻ്റെ ചിറക് പറിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. തക്ലീഫ് മീൻസ് ഡിഫിക്കൽറ്റി, ബുദ്ധിമുട്ട്. ലേക്കിൻ ഉസേ ഏക്ക് ബർദാശത് കർ ലേത്തേ ഹെ, എന്താ ലേക്കിൻ ഉസേ, അതിന് എന്ത് ചെയ്തു, ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പിന്നെയോ ആ ബുദ്ധിമുട്ട് സഹിക്കുന്നതിന് യാതൊരു നീരസവും അവന് തോന്നിയില്ല.
मुँह में बड़े स्वाद के साथ 2 दीमकें दबाकर वह पक्षी फुर्र से उठ जाता है. എന്താ മുഖമേ ബഡേ സ്വാദ് സേ, അത് വായിലിട്ടിട്ട് എന്ത് ചെയ്തു, അത് ആ 2 ചിതലുകളെ രുചിയോടുകൂടി വായിലിട്ട്, ദബന മീൻസ് ചവയ്ക്കാന്നാണ്. ഇവിടെ 2 ചിതലുകളെ വായിലിട്ട് ചവച്ചിട്ട് പക്ഷി ഫുര്യസേ, പക്ഷി ഫുര്യ മീൻസ് വേഗത്തിൽ എന്നാണ്, ഫുര്യ വേഗത്തിൽ, ഉഡ്ജാത്താകെ പക്ഷി പറന്നു പോയി, പക്ഷി ഇങ്ങനെ പറന്നു പോയി, വേഗത്തിൽ ഇങ്ങനെ പക്ഷി പറന്നു പോയി. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने की बड़ी आसानी मालूम हुई. अब ഇപ്പോഴ് ഉസ് പക്ഷിക്കോ, ആ പക്ഷിക്കാണെങ്കിൽ ഗാഡി വാലേസെ, ഈ ഗാഡിവാല അതായത് ഈ വണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് 2 ദീമകയും ഖരീദിനെ അവർ, ഈ 2 ദീമകയും, ഈ 2 എന്തിനെ ചിതലുകളെ ഖരീദിനെ വാങ്ങിക്കുന്നതിൽ അവർ ഏക്ക് പർ ദേനേക്ക്, ഒരു വിങ്സ്, ഇവിടെ പറിൻ്റെ അർത്ഥം വിങ്സ് എന്നാണ്, ഏക്ക് പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വിങ്സ് എന്ന് വന്നത്. ഇവിടെ എണ്ണമില്ലായിരുന്നുവെങ്കിൽ നമുക്കവിടെ എന്താണെന്ന് ഊഹിക്കാമായിരുന്നു, മുകളിൽ എന്ന് ഊഹിക്കാമായിരുന്നു. ഇവിടെ ഏക്ക് പർ, പർ മീൻസ് വിങ്സ്, ചിറകുകൾ, ദേനേമേം കൊടുക്കുന്നതിൽ ബഡി ആസാനി മാലു ഹുയി, വളരെ എളുപ്പമായി തോന്നി. അതായത് അബ് ഉസ് പക്ഷിക്ക്, ഇപ്പോഴീ പക്ഷിക്ക് ഗാഡി വാലേസെ, ഈ വണ്ടിക്കാരന് 2 ദീമകെ ഖരീദിനെ അവർ, വണ്ടിക്കാരിൽ നിന്ന് 2 ചിതലുകളെ വാങ്ങുന്നതിനും 1 വിങ്സം കൊടുക്കുന്നതിനും വളരെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. വക റോസ് तीसरे पहर नीचे उतरता है और गाड़ी वाले को एक पंग देकर 2 दीमകയും ഖരീദ് लेता है. പിന്നെയോ ഏക്ക് റോസ്, റോസ് മീൻസ് ഡെയിലി എന്നാണ് അർത്ഥം, നിത്യവും, ഡെയിലി നിത്യവും എന്നാണ് അർത്ഥം. റോസ് മീൻസ് ഡെയിലി, നിത്യവും. തീസരെ പഹർമേം, ഒരു 3-ാം യാമം, 1-ാം യാമം എന്ന് പറയുന്നത് രാവിലെ 6 തൊട്ട് 10 വരെയും, 2-ാം യാമം 10 തൊട്ട് 2 വരെയും, 2 തൊട്ട് 6 മണി വരെയാണ് 3-ാം യാമം എന്ന് പറയുന്നത്. അതായത് 4 മണിക്കൂർ ഇടവിട്ടുള്ളതാണ്. തീസരെ പകർമേ, 3-ാം യാമമൊക്കെ ആയപ്പോഴത്തേക്ക് നീച്ച ഉതിർത്ത, അതായത് ഉച്ച കഴിഞ്ഞെന്നാണ് ഇവിടെ 3-ാം യാമം അർത്ഥമാക്കുന്നത്. ഉച്ച കഴിഞ്ഞ് നീച്ചെ ഉതിർത്ത, താഴേക്ക് വരും. നമ്മുടെ ഡെയിലി നമ്മുടെ പക്ഷി ഉച്ച കഴിഞ്ഞ് താഴേക്ക് വരും. ഒരു ഗാഡി വാലേക്കോ, എന്നിട്ട് ഈ വണ്ടിക്കാരനോട് ഏക്ക് പങ്ക് തേക്കർ, ഒരു ചിറക് കൊടുത്തിട്ട് 2 ദീമകയും ഖരീദ് ലേത്താ ഹെ, 2 ദീമകയും ഖരീദ് ലേത്താ ഹെ, 2 പക്ഷി, 2 ചിതലുകളെ ഇത് വാങ്ങും. ഇതൊരു സൗകര്യമായ ഇടപാടായിട്ട് ആർക്ക് തോന്നി? നമ്മുടെ പക്ഷിക്ക് തോന്നി. വെറുതെ ഇരിക്കണ്ട, എന്നും അന്വേഷിക്കേണ്ട, ഒന്നും വേണ്ട, വെറുതെ ഇരുന്നാൽ മതി, ഒരു ചിറക് അങ്ങോട്ട് കൊടുക്കുക, 2 ഇഷ്ടമുള്ള 2 ചിതലുകളെ എടുക്കുക എന്നുള്ള ഒരു സൗകര്യമായി മാറിക്കഴിഞ്ഞു. ആർക്ക്? നമ്മുടെ ഈ പക്ഷിക്ക്. നമ്മൾ അത്രയും പഠിച്ചു. കുച്ച് ദിനവും തക്ക് ഏസാഹി ചൽത്താ രഖ, കുറച്ച് നാൾ വരെ അവരുടെ ഈ വ്യാപാരം ഇങ്ങനെ നടന്നു. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ, ഒരിക്കൽ ഇതവൻ്റെ അച്ഛൻ കണ്ടു. ഉസ്നെ സമച്ചാനേക്ക് കോശിഷ് കി, അവനെ സമച്ചാനെ അണ്ടർസ്റ്റുഡ് ചെയ്യിക്കാൻ, മനസ്സിലാക്കിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബേട്ടെ ദീമകെ ഹമാര സ്വാഭാവിക ആഹാർ നഹി ഹെ, ഈ ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരം അല്ല. അവർ ഉൻകേലിയെ, എന്നിട്ട് അതിനുവേണ്ടി അപ്പനെ പങ്കുത്തോ, നിൻ്റെ സ്വന്തം ചിറകുകൾ ഹർഗിസ് നഹീൻ ദിയെ ജാത്തേ ഹെ, ഒരിക്കലും കൊടുക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞു. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ, എന്നാൽ നമ്മുടെ നൗജവാൻ പക്ഷിയാണെങ്കിൽ ബഡേഹി ഗർവ്സെ, വളരെ അഹങ്കാരത്തോടു കൂടി എന്തു ചെയ്തു? അപ്പന മുഹ് ദൂസരി ഓർ കർ ലിയാ ഹെ, മറ്റൊരിടത്തേക്ക് മുഖം തിരിച്ചു. ഉസെ സെമീൻ പർ ഉദർക്കർ ദീമകെ ഖാനെ കാ ചട്ട് ലഗ് ഗയി തി, അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ദീമകയും, ഈ ചിതലുകളെ ഖാനെ കാ ചട്ട് ഗയി ഹെ, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ചിതലുകളെ തിന്നാനുള്ള തിടുക്കം കാണിച്ചു. അബ് ഉസ്നെ തോ ദൂസരെ കീടെ അച്ചേ ലഗ്തേ ഹെ, അവന് മറ്റുള്ള കീടങ്ങളൊന്നും നല്ലതായി തോന്നിയില്ല. അതായത് ചിതൽ മാത്രമാണ് അന്വേഷിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മളൊന്ന് തന്നെ നനച്ചിരുന്നാൽ അത് തന്നെയായിരിക്കും നമുക്ക് ആവശ്യം, വേറെ എത്ര കണ്ടാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. ഇവിടെയും അത് തന്നെയാണ്. കീടങ്ങളെ, മറ്റുള്ള കീടങ്ങളെയൊന്നും കണ്ടിട്ട് പോലും അവന് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെന്ത് ചെയ്തു? നഫൽ ന അനാജ് കെ ദാനെ, ഫ്രൂട്ടുകളൊന്നും അവന് ഇഷ്ടപ്പെട്ടില്ല.
ധാന്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ദീമകോങ്ക ഷൗക്ക് അബ് ഉസ് പെർ ഹാവി ഹോ ഗയി ഹെ. ദീമകോങ്ക ഷൗക്ക് എന്താ, ഈ ചിതലുകളോടുള്ള ഇൻട്രസ്റ്റ് മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. ലേക്കിൻ ऐसा कई दिनों तक चलता है. उसके पंखों की संख्या लगातार अकड़ती चली गई है. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. ഇത്രയും നോക്കാം. ലേക്കിൻ എന്നാൽ, ഏസ കൈ ദിനോംസ്, കൈ മീൻസ് കിത്തന എന്നാണ് അർത്ഥം. അങ്ങനെ കുറേ ദിവസങ്ങൾ എന്തോ ഇത് കഴിഞ്ഞുപോയി. കൈ ദിനോം തക്ക് ചൽത്താഹെ, അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഉസ്കെ പങ്കോങ്കി സംഖ്യ, അവൻ്റെ ചിറകുകളുടെ എണ്ണം ലഗാതാർ കടത്തി ചലി ഗേഹി. കടത്തി മീൻസ് കുറയുക, അവൻ്റെ ചിറകുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ വഹ് ഊഞ്ചായിയോമ്പർ, അവന് ഉയരങ്ങളിലേക്ക്, അപ്പന സന്തുലൻ സാധ് നെഗി സക്താത, അവന് ഉയരങ്ങളിലേക്ക് പറക്കാൻ അവൻ്റെ സന്തുലിതാവസ്ഥ, അതായത് ചിറകുകൾ കൊണ്ട് പറക്കുമ്പോൾ എല്ലാ ചിറകുകളും ഉപയോഗിക്കണം. ആ സന്തുലിതാവസ്ഥ അവൻ എന്തോ ചെയ്ത് നെഹി സക്താത, അവന് നഷ്ടപ്പെട്ടു. ന ബഹുത്ത് സമയത്തക്ക് പങ്ക് ഉസെ സഹാര ദേ സക്തേതേ, അവനെന്തോ ചെയ്ത് ഒരുപാട് ബഹുത്ത് സമയത്തൊക്കെ പങ്കൊക്കെ സഹാര ദേ സക്തേ, അവന് ഒരുപാട് സമയം വരെ അവൻ്റെ ചിറകുകൾ കൊണ്ട് പറക്കാൻ അവന് കഴിഞ്ഞില്ല. ആകാശ് യാത്രാക്കെ ദൗരാൻ ഉസെ ജൽദി ജൽദി പഹാടി ചട്ടാനോ പേടോങ്കി ചോട്ടിയോം അവർ ഗുംബന്തോങ്കെ ബുർജോങ്കെ ഹാഫ്തെ ഹുയെ ബൈറ്റ് ജാന പടുത്തേ ഹെ. അവൻ എന്ത് ചെയ്തു, ആകാശയാത്ര അവൻ്റെ ചിറകുകൊണ്ട് അവന് സന്തുലനം നടത്താൻ പറ്റിയില്ല. ആകാശയാത്രകളൊക്കെ അവന് പയ്യെ പയ്യെ ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ആകാശയാത്രയ്ക്ക് ദൗരാൻ, ആകാശയാത്ര എന്ന് പറയുന്നത് സഞ്ചാരത്തിനിടയിൽ അവൻ പെട്ടെന്ന് തന്നെ ജൽദി പെട്ടെന്ന് തന്നെ പഹാഡിക്ക് ചട്ടാൻ, പർവ്വതങ്ങളുടെ ആ പാറകളിലും, പേടോങ്കി ചോട്ടിയോമ്മയും ഈ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിലും, അതുപോലെ ഗുംബന്തോങ്കി ബുർജും വലിയ വലിയ ഗോപുരം, ഗുംബന്തോർ ബുർജ് മീൻസ് ഗോപുരങ്ങളാണ്, ഗോപുരങ്ങളിലുമൊക്കെ എന്ത് ചെയ്തു, അവൻ ആ ഗോപുരങ്ങളിലും എല്ലായിടവും എന്ത് ചെയ്ത് ഹാഫ്തേ ഹുയി, ഹാഫ്ത മീൻസ് കിതയ്ക്കുക, അവൻ അണയ്ക്കുക നമ്മൾ പറയും, ശ്വാസം ഇങ്ങനെ ദീർഘമായി വിടുക, എന്നിട്ട് കിതച്ചുകൊണ്ട് ബൈറ്റ് ജാനപ്പെടുത്ത ഇരിക്കാൻ തുടങ്ങി. അതായത് അവൻ ഒരിച്ചിരി ദൂരം ആകാശ ദൂരം പറക്കുമ്പോഴത്തേക്ക് അവന് കിതപ്പ് അനുഭവപ്പെടും. അവൻ എന്ത് സംഭവിക്കും, അവൻ ഈ കിതച്ചുകൊണ്ട് അവൻ എവിടെ ഇരിക്കാൻ തുടങ്ങി, വലിയ വലിയ പർവ്വതങ്ങളുടെ മുകളിലോ അല്ലെങ്കിൽ ആകാശത്ത് പറക്കുമ്പോൾ എവിടെയെങ്കിലും ഗോപുരങ്ങൾ കാണുമ്പോഴോ അവിടെയൊക്കെ അവൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ഉസ്കെ പരിവാരവും വാലോ തഥാ മിത്ര ഊഞ്ചായിയോം പർ തൈർത്തേ ഹുയി ആകെ ബഡ് ജാത്താ ഹെ. അപ്പോൾ ഉസ്കെ പരിവാർ വാലെ, അത് അവരുടെ കുടുംബവും, തഥാ മിത്രക്കെ ഊഞ്ചായിയോം പർ സുഹൃത്തുക്കളുമൊക്കെ, ഊഞ്ചായിയോം പർ ഉയരത്തിൽ, തൈർത്തേ ഹുയ, തൈർന മീൻസ് നീന്തുക എന്നാണ്, ഇവിടെ പറയുന്ന പറക്കുക എന്നുള്ളതാണ്. തൈർത്തേ ഹുയെ ആകെ ബഡ് ജാത്തേ ഹെ, അവരെല്ലാം മുന്നേറി മുന്നോട്ടങ്ങ് പോയി. അപ്പോൾ ബഹുത്ത് പിച്ചഡ് ജാത്താ ഹെ, പിച്ചഡ മീൻസ് പുറകിലെന്നാണ്, അവൻ ഒരുപാട് പുറകിലായി. ഫിർഫി ദീമക് ഖാനേക്ക്, എന്നിട്ടും അവന് ദീമക് ഖാനേക്ക, ഈ ദീമക് അതായത് നമ്മുടെ ആ ചിതലിനെ തിന്നാനുള്ള ഉസ്കാ ഷൗക്ക് കം നഹി ഹുവാ ഹെ, അവൻ്റെ ആഗ്രഹം അവന് കുറഞ്ഞില്ല. ദീമകോം കേലിയെ, ഈ ദീമകോം കേലി എന്തിനു വേണ്ടി, നമ്മുടെ ചിതലിന് വേണ്ടി, ഗാഡി വാലേക്കോ, നമ്മുടെ വണ്ടിക്കാരനോട്, വഹപ്പന പങ്ക് തോട് കർ ദേത്താ ഹെ, അവൻ്റെ ചിറക് ഇങ്ങനെ പറിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. എത്ര പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, എത്ര കിട്ടിയിട്ട് അവൻ പഠിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു, അവന് പർവ്വതങ്ങളിൽ പറക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്നിട്ടും അവൻ എന്ത് ചെയ്തു, തൻ്റെ ചിറകുകൾ ഇങ്ങനെ പറിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു വണ്ടിക്കാരന് വേണ്ടി. ആർക്ക് വേണ്ടിയാണ്, തൻ്റെ ചിതലിന് വേണ്ടി തൻ്റെ വണ്ടിക്കാരനിങ്ങനെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷി ചിറകുകളെല്ലാം കൊടുത്ത് എന്ത് ചെയ്തു, ഒട്ടും ചിറകില്ലാത്തൊരവസ്ഥയിലേക്ക്, ചിറകുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഒട്ടും ചിറകില്ലാത്തല്ല, ചിറകുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. അങ്ങനെ ആകാശ ഗോപുരങ്ങളിലെല്ലാം കയറി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്ത്, നമ്മുടെ ദീമകനെ ആര് തിന്നു, പക്ഷി മാക്സിമം തിന്നു കഴിഞ്ഞു. അതിനനുസരിച്ച് അതിൻ്റെ ചിറകുകൾ ഇല്ലാതായി വന്നു. ഓക്കെ, फिर उसने सोचा कि आसमान में उड़ना ही फिजूल वो मूर्ख का काम है, मूर्खों का काम है. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. वो सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. धीरे धीरे उसकी एक शक्ति भी कम होती गई.
और एक समय वह आया जब वो बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता, लेकिन दीमक खाने का शौक नहीं छूटा. അപ്പോൾ ഫിർ മീൻസ് വീണ്ടും ഉസ്നെ സോച്ചാ കി ചിന്തിച്ചു ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസൂൽ ഹെ. ആകാശത്തേക്ക് പറക്കുക എന്ന് പറയുന്നത് എന്താണ്? ഫിസൂലാണ്, വ്യർത്ഥമാണ്. എന്താ? ആ ആഗ്രഹം വ്യർത്ഥമായ ആഗ്രഹമാണ്, നടക്കില്ല. ഓ മൂർഖോങ്ക കാം ഹെ. ആകാശത്തേക്ക് പറക്കുക എന്ന് പറയുന്നത് ഇനി നടക്കില്ല. ഓ മൂർഖോങ്ക കാം ഹെ, അത് വിഡ്ഢികളുടെ ജോലിയാണ് ആകാശത്തേക്ക് പറക്കുക എന്ന് പറയുന്നത്. അതായത് ആകാശത്തേക്ക് പറന്ന് പോയി കിടന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വിഡ്ഢികളുടെ ജോലിയാണ്. ഇവിടെ സുഖകരമായി ഇരുന്ന് ഭക്ഷണം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് കഴിക്കുന്നതിനാണ് സുഖമെന്ന് തോന്നി. ഉസ്കി ഹാലത്ത് ഇഹ് ദിക്കി അപ്പോൾ ആസ്മാൻ മേ ഉഡ് ഹി നെഹി സക്താത. അങ്ങനെ എന്തോ ഇത് അത് ആകാശത്തേക്ക് എന്തോ ഇത് പറക്കാതായിട്ട് അതെന്തോ ഇത് എന്തു പറ്റി? അതിന് ആകാശത്തിൽ പറക്കാനേ കഴിയില്ല എന്ന അവസ്ഥയായിരുന്നു. वो सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता है. അത് കേവലം, സിർഫ് മീൻസ് കേവലം, ഏക്ക് പേട് സെ ഉഡ്കർ ഒരു ട്രീയിൽ നിന്ന് പറന്നിട്ട് ദൂസരെ പേട് തക്ക് അടുത്ത വൃക്ഷം വരെ പഹുഞ്ച് പാത്താ ഹെ എത്തിച്ചേരാനേ പറ്റുന്നുള്ളൂ. ഇതിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാത്രമേ എത്തിച്ചേരാൻ പറ്റുന്നുള്ളൂ. ധീരെ ധീരെ ഉസ്കി ഏക ശക്തി ഫി കം ഹോത്തി ഗയി. ധീരെ ധീരെ പയ്യെ പയ്യെ ഉസ്കി ഏക ശക്തി കം ഹോത്തി ഗയി ഹെ, അതിൻ്റെ ശക്തി കുറഞ്ഞു വന്നു. അവർ ഏക സമയ വഹ് ആയ, എന്നിട്ട് ഏക് സമയ ഒരു സമയത്ത്, വഹ് ആയ ജബ് ബഡി മുഷ്കിൽ സെ വളരെ പ്രയാസപ്പെട്ട് എന്തേത് സാവധാനം അതിൻ്റെ ശക്തികളൊക്കെ കുറഞ്ഞു വന്നു. പെടുക്കി ഡാൽ സെ ലഗി ഹുയി ദൂസരെ ഡാൽ പർ ചൽക്കർ ഫുദക്കർ പഹുഞ്ചത്താ ഹെ. എന്തു സംഭവിച്ചു? അങ്ങനെ പയ്യെ പയ്യെ അതിൻ്റെ ശക്തി ക്ഷയിച്ചു വന്നു. ഏക സമയ വഹ് ആയ, ഒരു സമയം വന്നു എന്നുള്ളതാണ്. ബഡി മുഷ്കിൽ സെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസത്തോടു കൂടി തന്നെയാണ് പേടിക്ക് ഏക്ക് ഡാൽ സെ ലഗി ഒരു ശിഖരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പയ്യെ പയ്യെ ചാടിപ്പോകാനുള്ള ഒരു പ്രയാസം അതിനനുഭവപ്പെട്ടു. ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അതിന് വന്നു. ലേക്കിൻ ദീമക് കാനേക്ക ശൗക്ക് നെഹിയും ചൂട്ട. എന്നാൽ ദീമക്, എന്താ ദീമക്? നമ്മുടെ ചിതലിനെ തിന്നാനുള്ള ശൗക്ക് നെഹിയും ചൂട്ട, ആഗ്രഹം ഒട്ടും കുറച്ചില്ല. അതായത് അതിന് ആഗ്രഹം ഒട്ടും എന്ത് ചെയ്ത് മാറിയില്ല. ഈ ആ ശീലം, ആ ദീമകനെ തിന്നാനുള്ള ആ ശീലം അത് ഉപേക്ഷിച്ചതേയില്ല. ചൂട്ട മീൻസ് ഉപേക്ഷിക്കുക, ഉപേക്ഷിച്ചതേയില്ല. बीच बीच में गाड़ी वाला बुत्था देता है, वह नहीं नज़र में न आता, पक्षी उसके इंतज़ार में खुलता रहता है. बीच बीच में ഇടയ്ക്കിടയ്ക്ക് എന്തോ ഇത് ഗാഡി വാല, ആ വണ്ടിക്കാരൻ എന്തോ ഇത് ബുദ്ധ ദേത്താ ഹെ. ബുദ്ധ മീൻസ് കബളിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്തോ ഇത് ആ വണ്ടിക്കാരൻ എന്തോ ഇത് ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് ഇത് ചീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. വക കഹി നസർ നാത്താ ഹെ. പിന്നെ ചിലപ്പോഴൊക്കെ അയാളെ കാണാൻ കഴിഞ്ഞതുമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് രണ്ട് ദീമകനെ തരാം, ഒരു ചിതലിനെ, ഒരു തൂവൽ തരും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കാണാതെയുമായി. പക്ഷി ഉസ്കെ ഇന്ദസാർ മേം ഖുൽത്താ രഹത്താ ഹെ. എന്നാൽ പക്ഷി അയാളെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുത്ത മീൻസ് കളിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പക്ഷി എന്തോ ഇത് അയാൾക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്.